ഹലോ ഗൈസ്, എല്ലാവർക്കും എങ്ങനെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എന്തിനകത്ത് അറിയോ? നമ്മളെ ഗോപ്രോൻ്റെ അകത്ത് കേട്ടോ. എന്തുമാത്രം വോയിസ് ഒക്കെ ക്ലിയർ ആണെന്നൊന്നും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ അറിയില്ല. അത് വീഡിയോ റെക്കോർഡാക്കിയിട്ട് എന്താ പറയുക, എല്ലാം എനിക്കും ചെക്ക് ചെയ്യണം. കുറ്റ്യാടി കോഴിക്കോട് ഓടുന്ന പുലരി ബസ്സിൻ്റെ മുതലാളി, അതായത് നമ്മളെ മുത്തുകാട്ടൻ്റെ സ്വന്തം പാപ്പൻ, നേരം മൂപ്പരെ ബൈക്കാണെന്ന് ചെയ്തില്ല, അതെടുത്ത് പോയിട്ട് അവിടെ കൊടുത്ത് അവിടെ നിന്ന് മുത്തുകാരൻ്റെ കാറുമായിട്ട് മുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോകണം. അതാണ് ഈ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇന്നത്തെ. എന്താ നമ്മളെ സ്വന്തം എന്താ പറയുക, നമ്മളെ വണ്ടി വെക്കുന്ന ഷെഡ് ഇത്രയേ ഉള്ളൂ. എന്താ ഇവിടെ കിടക്കുന്ന ഈ ഗ്ലാമറാട്ടോ മുത്തുകാരൻ്റെ വണ്ടി. നേരെ ഇതൊന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് കാറെടുത്ത് വരണം. ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് എന്താട്ടോ മുതലാളീൻ്റെ വണ്ടി എടുത്ത് അപ്പോൾ ഇനി നമുക്ക് നമ്മളങ്ങനെ ഇവിടെ വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമുക്ക് മെല്ലെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകട്ടോ. ബാക്കി മുന്നോട്ട് പോകുന്ന നേരം പോയിട്ട് വേണം. അപ്പോൾ ഗൈസ്, നമ്മളിതാ മുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. നമ്മളങ്ങനെ കാറൊക്കെ എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറെടുത്തു. ഇനിയിപ്പോൾ മുത്തുകാരപ്പോൾ വിളിച്ചിക്ക് നമുക്കെന്താ പറയുക, എന്തോ ഒരു ലോഡായിക്ക് ടയറോ റബ്ബറോ അങ്ങനത്തെ ഒന്ന് ബാംഗ്ലൂരേക്കാണ് ലോഡായിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു എപ്പിസോഡും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാംഗ്ലൂരേക്ക് പോകുന്ന ഇടാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ഇത് തന്നെ എന്താ പറയുക, ഇതൊന്ന് കഷ്ണമാക്കിയിട്ട് കണ്ടിച്ചിട്ട് ഇത് നമുക്കൊന്ന് വിച്ചാക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളെ ഏകദേശം പൂളാടിക്കുന്നതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ മുത്തുകാരൻ്റെ നാട് ഏകദേശം ഇതാ എവിടെ എത്തിയാടാ, മാളിക്കടവ് 100% അടുത്തെത്താനായി. ഇനിയിപ്പം പറഞ്ഞ മാളിക്കടവിൽ നിന്ന് നേരെ എന്താ പറയുക, കുണ്ടൂപ്പറമ്പിൽ നിന്ന് കരപ്പറമ്പ്. എന്ത് എങ്ങനെയാട്ടാ ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലെ വരുന്നേരം അതാ സുഖം, ഇപ്പം വീട്ടിലേക്ക് പോകാൻ. പിന്നെ എനിക്ക് അതിൽ വരാനും അറിയേ ഉള്ളൂ, ആ റോട്ട എനിക്ക് അറിയുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ഗോപ്രോൻ്റെ അകത്ത് എടുക്കുന്ന വിഷ്വൽസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്താ പറയുക, എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഫോണാണോ ഗോപ്രോ ആണോ അല്ലെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഗോപ്രോന്. അതുകൊണ്ട് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അത് കണ്ടില്ല. അപ്പോൾ നമുക്കിനി ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ അങ്ങനെ നമ്മളെ മുതലാളിയുടെ വീട്ടിലൊക്കെ വന്ന് കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച്. നേരെ നമുക്ക് വണ്ടിക്ക് ലോഡാക്കി. അതിന് മുന്നേ എന്താ പറയുക, നമുക്ക് കുന്നമംഗലമൊക്കെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് വണ്ടിക്ക്. നേരെ അതൊക്കെ കൂടിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതും എല്ലാം കൂടി ഒരു ചെറിയൊരു വ്ളോഗാക്കാൻ വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ അപ്പം നമ്മളിപ്പം പറഞ്ഞാലോട്ട് നമുക്ക് ഇതിനൊന്നും നേരമല്ല കേട്ടോ, സാധനങ്ങളൊന്നും വാങ്ങാൻ നേരമില്ല. അതിന് മുന്നേ നമ്മളോട് ലോഡ് കയറ്റാൻ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഈ ലോഡൊക്കെ കയറ്റിയിട്ട് വരാം. അപ്പോഴത്തേക്ക് മുത്തേട്ടൻ എന്താ പറയുക, വണ്ടിക്ക് എന്താ പറയുക ഗിയർനോവൊക്കെ വാങ്ങുന്ന പറഞ്ഞത്. അത് നമുക്ക് നോക്കിയിട്ട് എന്താ പറയുക, മൂപ്പര് വാങ്ങിയിട്ടില്ലെങ്കിൽ വന്നിട്ട് എന്താ പറയുക, വന്നിട്ട് വാങ്ങാട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ലോഡ് കയറുന്ന സ്ഥലം എത്തിയിട്ട് കാണാം. എന്താ പറയുക, ബാംഗ്ലൂരേക്കല്ല കേട്ടോ, ഇവിടെ കണ്ണൂരേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അതാ ഈ ലോഡ് കയറേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൈസ്, നമുക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം. കൊഞ്ച്
ഇപ്പോൾ ഈ ഗോപ്രോൻ്റെ അകത്ത് തന്നെ കണ്ട ഒരു സെറ്റപ്പാണ് കേട്ടോ, വൈഡ്. ആ വൈഡിൻ്റെ അകത്തൊന്ന് ഇട്ട് വയ്ക്കപ്പോൾ ഉള്ള ഒരവസ്ഥ കേട്ടോ. ഇങ്ങനെ നമ്മളെ വൈഡിൻ്റെ അകത്തിട്ട വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി കൊടുക്കാട്ടോ. എന്തോ ഇപ്പോൾ പറയാം, ഞങ്ങളാ പോസ്റ്റാക്കി വീഡിയോ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ ഗോപ്രോൻ്റെ അകത്താട്ടോ എടുക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിനെക്കാട്ടിലൊന്നും ഒരു വിഷ്വലിൻ്റെ ക്ലിയറിൽ രാത്രി ഗോപ്രോനാന്ന് തോന്നി. വഴി നൈസായിട്ടൊന്ന് മാറിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം എന്താ പറയുക, 10 കിലോമീറ്റർ ഏകദേശം ഇതുപോലത്തെ ഇങ്ങനത്തെ എന്താ പറയുക ഉള്ളിക്കൂടുള്ള റോഡ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം നോക്കി മെല്ലെ മെല്ലെ രാത്രി പോയിക്കൊണ്ടിരിക്കാനുണ്ടാ. ഈ രാത്രി മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ ഞാൻ കേട്ടാ. നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞിപ്പള്ളിയൊക്കെ എത്തിയപ്പോൾ ഒന്ന് സൈഡാക്കി ഒരുറക്കമൊക്കെ ഉറങ്ങി. ഏകദേശം കുഞ്ഞിപ്പള്ളി 12 12:45 ആകുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിപ്പള്ളി എത്തിയിട്ട് 6 ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. 2 മണിക്ക് നെറ്റാ വന്നു കേട്ടോ. അപ്പം 3:30 ഇങ്ങനെ കുറേ മുന്നോട്ട് വന്നപ്പോൾ ചെറിയൊരു ഹൈ റേഞ്ച് ഫീൽ വെച്ചാൽ അത്യാവശ്യം ഒരു നല്ലൊരു റോഡൊക്കെ കണ്ടപ്പോൾ രണ്ടാമത് വീട് കാണുന്നു കേട്ടോ. നമ്മൾ ഏകദേശം അതാ ഒരു പക്കാ ടിപ്പിക്കലൊരു ഫോറസ്റ്റ്, ഇരിക്കാട് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസിലൂടെ ആട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഗോപ്രോൻ്റെ എന്തോ ഒരു ചെറിയ എറർ അതിൽ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ കട്ടായി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആകെ 120 നമ്മളെ മെമ്മറി കാർഡുള്ളൂ. അതിന് അതിൽ സ്റ്റോറേജ് ഫുള്ളായതാണോ അതും അറിയില്ല. അതുകൊണ്ട് ബാക്കി വീഡിയോസ് എന്താ പറയുക, ബാക്കി നമുക്ക് എന്താ ചെയ്യുക, ഈ ഫോണിൻ്റെ അകത്ത് എടുക്കാം കേട്ടോ. നമ്മളെ ഫോണിൻ്റെ അകത്ത് തന്നെ എടുത്തിട്ട് ഇതാ നമ്മളിതാ ഇങ്ങനെ ഏകദേശം ചുടല ആ സൈഡിലാണെന്നുള്ളത്. ചുടലേക്ക് ഇനിയും പോകാനുണ്ട്. ഈ സൈഡിൽ കുറേ പണകളുണ്ട് കേട്ടോ, കല്ല് കുഴിക്കുന്ന നേരം അങ്ങോട്ട് പോകുന്ന വണ്ടികളാണ് അവസ്ഥ. മലയാളി ഈ കാട് നിറച്ച് ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും വീടുകളുണ്ട്, അതേപോലെ തന്നെ നല്ല കുറ്റിക്കാടുകളും കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കുറ്റിക്കട, റൈറ്റ് സൈഡിൽ അടിക്കുന്നത് കുറ്റിന്നിട്ട് വീടല്ല, ഓരോ ഫാക്ടറികളാട്ടോ, ഓരോ മരത്തിൻ്റെ മില്ല് എന്തൊക്കെയാണ്. മാത്തമംഗലത്തേക്ക് ഇനി 7 കിലോമീറ്റർ കൂടിയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം കണ്ടില്ലേ, ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൂടി എന്താ പറയുക, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തനിച്ച് കിടക്കാനോ തനിച്ചിരിക്കാനോ ഒരിക്കലും നിൽക്കരുത്. എന്നുവെച്ചാൽ വണ്ടി പോകുന്നവരാണെങ്കിലും വണ്ടിയിൽ പോകുന്നവരെ പ്രത്യേകിച്ച്
വണ്ടി പോകുന്ന ഇപ്പം പറയാം ഇങ്ങനത്തെ അതുപോലെ കാട് കൂടി കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് അവിടെ കിടന്നുറങ്ങുക, ഗ്ലാസ് കത്തിയിട്ട് കിടന്നുറങ്ങുക, അങ്ങനത്തെ പരിപാടി ഒന്നും എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ വലിയ കാടിനെ പറ്റി പറഞ്ഞതിനോട് ഇവിടെ തന്നെ ഒരുപാട് ജന്തുക്കളുണ്ടാവും, ഇത് പാമ്പ് പോലത്തെ ഐറ്റംസ് കുറേ ഉണ്ടാവും. ഗ്ലാസ് കത്തിയിട്ട് കിടന്നുറങ്ങിയാൽ വണ്ടിയിൽ അതേ കയറാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പാമ്പിനെക്കാട്ടിലും വിഷമുള്ള കുറേ ജീവികളുണ്ട്. ഇത് ഒന്നാമത് മനുഷ്യന്മാർ തന്നെ കള്ളന്മാർ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഇവിടുത്തെ നാട്ടുകാരല്ല കേട്ടോ, അതിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടുത്തെ നാട്ടുകാരെ അല്ല, ഇവിടെയുള്ള ജനങ്ങളല്ല കള്ളന്മാർ പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഇപ്പം പറയാം കല്ലിൻ്റെ വണയിലാണെങ്കിലും എന്താ പറയുക കുഴിച്ചെടുക്കുന്ന കല്ല് കുഴിച്ചെടുക്കുന്ന സ്ഥലത്താണെങ്കിലും അങ്ങനെ പുറത്തുനിന്ന് കുറേ വിഹാരികളും ആന്ധ്രാപ്രദേശ് അങ്ങനെ കുറേ പല പല ആൾക്കാരും വരുന്നുണ്ട്. അതിലും എല്ലാവരും അങ്ങനെയാണ് നല്ല പറയുന്നത്. പക്ഷേ അതിൽ ചുരുക്കം ചിലർ ഇങ്ങനത്തെ എന്താ പറയുക നടന്നുള്ള പല പല കുറ്റകൃത്യങ്ങളും ആണെന്നും ചെയ്യുന്ന എന്താ പറയുക നമുക്ക് ഇവിടുന്ന് കാപ്പ നടത്തൂലേ, അതുപോലെ പല കേസായിട്ട് ഇവിടേക്ക് വന്ന ആൾക്കാരുണ്ടാവും. അതിലിപ്പം പറഞ്ഞാൽ ഓല എത്രയൊക്കെ മോഷ്ടിക്കേണ്ട വിചാരിച്ചാൽ ഓലോട് മോഷ്ടിച്ചു പോകും. അന്നേരം ഓല ആടെ എന്തായിരുന്നോ ചെയ്തത് അതൊക്കെ ഇവിടെ വന്നാൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മാക്സിമം എന്താ പറയുക ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരിക്കലും വണ്ടി ഒന്ന് വെച്ച് കിടന്നുറങ്ങാതിരിക്കുക. അതിൽ പിന്നെ ബിഹാറികൾ മാത്രമല്ല കേട്ടോ, മലയാളികൾ മോശമൊന്നുമല്ല. എന്ന് വെച്ചാൽ മലയാളികളുടെ കൂട്ടത്തിലുണ്ട് കള്ളന്മാർ. ആ കള്ളന്മാരെന്താ പറയുക കള്ളന്മാരെല്ലാം ശ്രദ്ധിക്കും. പിന്നെ ഇത് കാണുന്ന കള്ളന്മാരുണ്ട്, കള്ളന്മാരുടെ ഒരു കാര്യം പറയാം, ഇത് മോനെ മലയാളിയാണ്, കൈമ കിട്ടുന്ന എന്തെടുത്തൊക്കെ തച്ചാൽ ചത്തു മരിച്ചു. അതുകൊണ്ട് എന്താ പറയുക ഇപ്പം പറഞ്ഞതിനോട് ദയവ് ചെയ്ത ആൾക്കാരെ ആരെയും സ്വീപ്പ് ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് കക്കാൻ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുറമെ കൂടെ വണ്ടി നിർത്തിയിട്ട് ടയറാക്കുമ്പോൾ ബാറ്ററി ഉരുക്കൂടുക, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ ഉരുക്കൂടുക, അങ്ങനത്തെ ഉരുക്കൊണ്ട് പോയിക്കൂടുക. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന യാത്ര അല്ലെങ്കിൽ ഇപ്പം പറയാം യാത്രക്കാരെ ഒരു ഡ്രൈവറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടി എടുത്ത് വെക്കരുത്. ഓൻ അത്രയും പ്രഷറിലും അത്രയും ഇതാക്കി ആയിട്ടായി നിൽക്കുക. നേരെ ചിലപ്പോൾ ഓനോട് ഇതിലിടാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങളെ ജീവന് ചിലപ്പോൾ ആപത്താവും. ഇത് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നവർ കാരണം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നവനും ആപത്താവും. അതുകൊണ്ട് കക്കാൻ വരുന്നതിൽ കട്ടിട്ട് എന്താ പറയുക പാടം നോക്കി പോവുക, അല്ലാണ്ട് മറ്റവരെ കൊല്ലാൻ നിൽക്കരുത്. പാവം ജനങ്ങളൊക്കെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം. വണ്ടിയിലൊന്നും എന്തെങ്കിലും കത്താൽ ഇപ്പം പറഞ്ഞാൽ കേസാക്കിയിട്ടാണെങ്കിലും എന്തേ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല കുറച്ച് ദിവസം മണിക്കൂട്ടെങ്കിലും അത് അടച്ച് തീർക്കുക. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയായിട്ടാണ് ആണുങ്ങൾ എന്ന് വെച്ചാൽ ആണുങ്ങൾ പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഓർക്കൊക്കെ ഓരോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള ഒരു സ്ഥിതി എന്താണെന്ന് സ്വന്തം കുടുംബത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇനി മരം നല്ല രാത്രിയായിട്ട് രീതിയിലാണ് റബ്ബറാന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം അതുപോലെ ചൊരയിറങ്ങുന്ന പോലെ വളവും തിരുവയ്ക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ രാത്രി കൊണ്ടിരിക്കാൻ വേറെ വൈബ് പറഞ്ഞാൽ വേറെ വൈബാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. അതിനൊരു സുഖമൊന്നും വേറെ തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞല്ലോ കള്ളന്മാരെ കാര്യം പറഞ്ഞപ്പോഴാണ് രാത്രി ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആർക്കും ലിഫ്റ്റ് കൊടുക്കാണ്ട് നിൽക്കുക, അതേപോലെ ആരും ലിഫ്റ്റ് ചോദിക്കാണ്ട് നിൽക്കുക. ലിഫ്റ്റ് ചോദിച്ചാൽ ആരും നിർത്താൻ ചാൻസ് എന്തിനും കുറവാണ്. ഞാൻ നിർത്തില്ല, ഉള്ള പറയാൻ എന്താ ഞാനങ്ങനെ ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞ് ഞാൻ സ്വയം അബദ്ധത്തിൽ പോയി ചാടില്ല. നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കേ അറിയുള്ളൂ. ഇതിനകത്തൊരു കുഞ്ഞുണ്ടാവില്ല, അപ്പോൾ ഗൂഗിൾ പേയിലെ വരികയെന്നുള്ളതൊക്കെ നമുക്കേ അറിയുള്ളൂ. നമ്മളെ എന്താ പറയുക അപ്പം പറഞ്ഞതിനായിട്ട് നാങ്ങി നയിക്കുന്നതിനായിട്ടുള്ള പൈസ മറ്റൊരാൾക്ക് പോയിട്ട് നമുക്ക് നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനെന്താ പറയുക ഞാനൊരാളെ ഞാൻ കേട്ടില്ല. പിന്നെ നല്ല സ്ഥലങ്ങളിൽ നിന്ന് അല്ലെ നല്ല റോഡുകളിൽ കൂടെ പോകുന്നവരൊക്കെ ആരെങ്കിലും കൈ കാണിച്ചാൽ അതും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കൂടെ ഒരാളുണ്ടെങ്കിലോ കിട്ടാനല്ലാണ്ട് ഞാൻ സിംഗിളായിട്ട് പോകുന്നവരെ ഞാൻ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാറില്ല. ഏറ്റവും നല്ലത് നമ്മളെ സേഫ്റ്റിക്കും എല്ലാത്തിനും നല്ലതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ കള്ളന്മാരാണെന്നുമില്ല. ഈ പറഞ്ഞ ആൾക്കാർ ജസ്റ്റ് എന്താ പറയുക എന്തെങ്കിലും കഞ്ചാവോ മയക്കുമരുന്നോ അങ്ങനത്തെ സെയിൽ ചെയ്യുന്നോ അങ്ങനത്തെ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ചെക്കിങ് നിന്ന് വണ്ടീനകത്ത് വില മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ബോണ്ട് കിട്ടിയ ഇറക്കേണ്ട ഒരവസ്ഥ വരും. പണ്ട് നമ്മളെ മുതലാളിമാർ പാവം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന പോലെ മുതലാണ്. അത് നമ്മൾ മാക്സിമം മാന്യതയോടെ വൃത്തിയിലും അന്തസ്സോടെ കൊണ്ടിറക്കുക.